ഈദ് മുബാറക്. ഇന്നലെ രാത്രി നല്ല ദോശ, ചൂട് ദോശ, നല്ല നമ്മളെ ഉമ്മാല ചുട്ടിരുന്ന നല്ല ദോശ, നല്ല കോഴിക്കറി. ഇതാരുണ്ടാക്കിയെന്നറിയണ്ടേ, അതാണ് ടെസ്റ്റ്. മുഖം കാണിച്ചേ, മാഷാ അല്ലാ. പ്രവാസികൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാം അതൊന്നും പഠിച്ചോണ്ടിലേക്ക് കളക്കിയിട്ട് നമ്മ പെരുന്നാൻ്റെ അതിലേക്കുണ്ട്. നമ്മളെ നാട്ടിലെ വൈബ് ചെങ്ങായി ഇതാ കേങ്ങെല്ലാം മുറിച്ചിന് മാവെല്ലാം ഇതാക്കിയിട്ടുണ്ട്. അതാ അടുപ്പിലെ എണ്ണ, നമ്മളെ ഇതാ വൈബ് ഏത് ഈത്തപ്പായം കാച്ചത് എല്ലാം സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ഉറക്കലൊക്കെ കഴിഞ്ഞ് എണിച്ചിട്ട് 4 മണിയാകുമ്പോൾ എണിച്ചിട്ട് കുളിച്ച് വൃത്തിയായി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നേരെ പള്ളിക്ക് പോവാണ്. സൊബി നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം വെച്ചാൽ 5:45 എൻ്റെ നിസ്കാരം. അങ്ങനെ ചങ്ങായി കൂടി റെഡിയായി നേരെ പള്ളിക്ക്. മാഷാ അല്ലാ, ഖത്തർ അൽക്കൂറിലെ ഒരു അടിപൊളി പള്ളിയാണ്. നിങ്ങൾ ഈ പള്ളി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാതെ നിങ്ങൾ എന്തായാലും പോലെ. ഈ പള്ളീൻ്റെ മനോഹരം മക്കളെ കണ്ടോക്ക്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ ഖത്തറിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് മുലാഖത്തെയാണ് നമ്മൾ ഗഫൂർ ചാവും റസ്പലും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പൈസ വെച്ച് ഗഫൂർ ചിരിക്കുന്നു, പൈസ തരുന്നില്ല. അങ്ങനെ റസ്പൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു നമ്മളെ ദീനിലേക്ക് വരുന്നു. മാഷാ അല്ലാ, സന്തോഷമായി. നമ്മളെ ഇമാമ എന്തൊരു ഈമാൻ അറിയാം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ പള്ളി നിസ്കാരമെല്ലാം കഴിഞ്ഞ് ചെറിയൊരു വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് നല്ല ഗഫൂർ ചാനൽ കാറിൽ കയറി തക്ബീറെല്ലാം ചെല്ലി ഇവിടെ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കണം. മാഷാ അല്ലാ, പെരുന്നാളിൻ്റെ രാവിലെ നല്ല നല്ല ഇടിയപ്പും ബീഫ് കറി, ചിക്കൻ കറി, ഗഫൂർ ചാണ്ട്. അങ്ങനെ നല്ല രാവിലത്തെ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ നമ്മളെ ഗഫൂർ ചാൻ്റെ കലിയിൽ ചങ്ങായി വന്നിട്ടുണ്ട് ഗഫൂർ ചാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് റെസ്പെൻഡ് ഇച്ചാല വന്ന് നമ്മൾ നല്ല വൈബായി എല്ലാവരും കൂടി വിസിയെല്ലാം പിന്നെ ഒന്നാകുന്നിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം ഇട്ടിട്ട് നേരെ റെസ്പെൻഡ് റൂമിൽ പോയിട്ട് പിന്നെ ബിരിയാണി, നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് യൂട്യൂബ് മട്ടൻ ബിരിയാണി ഭയങ്കര പൊരുതാണ് ചങ്ങായി. മാഷാ അല്ലാ, യൂട്യൂബ് ബിരിയാണി. യൂട്യൂബ് ബിരിയാണീൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. ആകെ വയറ് നിറഞ്ഞിട്ടുണ്ട്. നമ്മളെ പ്രഗത്ഭ താരം മിസ്റ്റർ ഗഫൂർ അലി വന്നിട്ടുണ്ട്. ഗഫൂർ ആദം. ബിരിയാണി ഏത് ബിരിയാണി? മട്ടൻ ബിരിയാണി മാത്രമല്ല, യൂട്യൂബ് ബിരിയാണി അല്ലേ? ആദ്യം ഗഫൂർ ടേസ്റ്റ് നോക്ക്. ഞാന് പറഞ്ഞു കൊടുത്ത എല്ലാ രീതിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ മര്യാദയും ഗുണവും അതിൽ കാണുന്നുണ്ട്. ഹോട്ടലിൽ പോയില്ലെങ്കിലേ ബിരിയാണി വെക്കുന്നെങ്കിൽ ഇങ്ങനെ വെക്കണം. നമ്മൾ ഹോട്ടലിൽ പോയി മഞ്ഞി പോലെ സജിനത്താൻ്റെ അച്ചാറുണ്ട്. ഇതായിരുന്നു അറിയാം, അബ്ദുൽ ഗഫൂർ ആദമിന്റെ അൽമറന്റെ തൈരും അല്ല എന്ത് അസ്കരിന്റെ. വൈകുന്നേരമായിട്ട് നമ്മളെ ഗഫൂർ ചാറിന് പുറത്തെല്ലാം പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കാറിൽ പോകണം. മക്കളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയറിലേക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ എല്ലാവരുടെ സ്നേഹം മാത്രം. ഒക്കെ